ക്രൈസ്തവതയുടെ ദുസ്വാധീനങ്ങൾ, യൂറോപ്പിന്റെ ദുസ്വാധീനങ്ങൾ, ആ വിഷയത്തെ സംബന്ധിച്ച് നിസാർ സാഹിബ് രണ്ടു വാക്ക് പറയുകയാണെങ്കിൽ. ഇത് ഈ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് അക്കാദമിക്കിൽ പറയണം, കുറച്ച് റെഫർ ചെയ്തിട്ടെല്ലാം വേണം പറയാൻ വേണ്ടി. ഓക്കെ, എല്ലാവർക്കും ആദ്യം അസ്സലാമു അലൈക്കും. അപ്പൊ അതൊക്കെ പറയേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ചൊരു ഡീറ്റെയിൽഡിന്റെ ഒരു ക്രക്സ് എടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ ഒരു ഇൻട്രഡക്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഇൻട്രഡക്ഷനിൽ പ്രിപ്പയർഡ് അല്ല ഞാൻ. അപ്പൊ എന്തായാലും ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഷെയർ ചെയ്യാം. അപ്പൊ ഇത് നവലോകക്രമം എന്ന് പറയുന്നത് നമുക്കറിയാം. അത് നവലോകക്രമത്തിനകത്തേക്ക് വരുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരിക്കലും മനുഷ്യന്റെ സാമൂഹ്യ പരിസരങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ പറ്റാത്തതാണ്. അപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്സ് എന്നുള്ള അർത്ഥത്തിലല്ല. ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് ആശയപരമായിട്ടുള്ള രാഷ്ട്രീയം, അതേപോലെ പ്രവർത്തനാത്മകവും പ്രവർത്തനരഹിതവുമായ രാഷ്ട്രീയം, സമൂഹത്തെ കൊല്ലുന്ന രാഷ്ട്രീയം, സമൂഹത്തെ വിഭജിക്കുന്ന രാഷ്ട്രീയം, അതേപോലെ സമൂഹത്തെ വഞ്ചിക്കുന്ന രാഷ്ട്രീയം, സമൂഹത്തെ സ്വജനപക്ഷപാതം പഠിപ്പിക്കുകയും സ്വജനപക്ഷപാതത്തിലൂടെ നടത്തുകയും ചെയ്യുന്ന രാഷ്ട്രീയം, കൈക്കൂലിയും അഴിമതിയും നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയം, കൈക്കൂലിയും അഴിമതിയും പ്രോത്സാഹിപ്പിക്കുകയും അടുത്ത തലമുറയെ വളരെ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം, ഇതൊക്കെ ലോകത്തുണ്ട് എന്നുള്ളതാണ് നവലോകക്രമത്തിന്റെ ഒന്നാം ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. പിന്നീട് നമ്മൾ ദാർശനികമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അധാർമികതയുടെ കുത്തരങ്ങ് എങ്ങനെയൊക്കെ എന്തൊക്കെ ആവാം എന്നുള്ളതിന്റെ, മനുഷ്യൻ എങ്ങനെയൊക്കെ എത്രയൊക്കെ മോശമായിട്ട് ജീവിക്കാം, മൃഗത്തെക്കാൾ അപ്പുറത്ത് പൈശാചികമായ രീതിയിൽ, മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന തരത്തിൽ പൈശാചികമായ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കാലഘട്ടത്തിലാണ്, അത്തരം ഒരു ക്രമത്തിലാണ് നമ്മളുള്ളത്. ലോകത്തെ മൊത്തം കാർന്നു തിന്നാൻ ഒരുങ്ങുന്ന വേറൊരു ഭാഗത്തുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ, അതേപോലെ സാമൂഹിക ക്രമങ്ങൾ, ദാർശനികമായ പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും ഇതിനൊക്കെ അപ്പുറത്ത് മനുഷ്യന്റെ മാനസികവും ശാരീരികവുമായ അവന്റെ രോഗാവസ്ഥകളും അവന്റെ ആരോഗ്യാവസ്ഥയും അതുപോലെ അവന്റെ ജീവിതക്രമത്തിനകത്ത് വന്നിരിക്കുന്ന തകരാറുകളും തുടങ്ങി അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും വിഷങ്ങളുടെ കൂമ്പാരം അവർക്ക് മനുഷ്യന് ലഭിക്കുന്ന തരത്തിൽ എത്രത്തോളം വികലമാക്കപ്പെടാമോ അത്രത്തോളം വികലമാക്കപ്പെടുന്ന ഒരു നവലോകക്രമത്തിലാണ് നമ്മളുള്ളത്. ഈ നവലോകക്രമം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ കോട്ടും സൂട്ടും ഇടുകയും നല്ല ഡ്രസ്സ് ചെയ്യുകയും നല്ല പെയിന്റ് അടിച്ച വീടുണ്ടാക്കുകയും നല്ല പെയിന്റ് അടിച്ച വണ്ടികളിൽ യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. ഈ ഭൗതികമായ ചില ചുറ്റുപാടുകളാണ് നമ്മൾ എന്നതിനപ്പുറത്ത് യഥാർത്ഥ മനുഷ്യനുമായി എങ്ങനെ ചേർന്ന് പോകണം എന്ന് പറയുന്നത്. മനുഷ്യനും തമ്മിൽ ഒരു ഷെയ്ക്കാൻഡ് നൽകുമ്പോൾ, അവൻ പരസ്പരം ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ, അവൻ പരസ്പരം ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അവരുടെ കെമിക്കൽ റിയാക്ഷൻസ്, അത് അവന്റെ സന്തോഷത്തിനും അവന്റെ സമാധാനത്തിനും അതുകൂടാതെ അവന്റെ ജീവിതത്തിനും അത് ഉതകുന്നതാണ്. അത് സമൂഹത്തിൽ പഠിപ്പിക്കപ്പെടുന്ന റോൾ മോഡൽ ആകേണ്ടതാണ് എന്ന ഒരുപാട് വിഷയങ്ങൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ്. എന്നാൽ ഇതിനെതിരെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ നമ്മുടേതായ ലോകത്തേക്ക് ചുരുങ്ങുക, നമ്മൾ നമ്മുടെ ലോകത്തേക്ക് തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ യാതൊരു തരത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കാതെ സ്വന്തം ഡിവൈസിനകത്ത് വളരെ ദൂരെയുള്ള രാജ്യങ്ങളിലെ ആൾക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ വളരെ കൃത്യമായിട്ട് അവഗണിക്കുകയും ചെയ്യുന്ന മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്ന ഒരുതരം നവലോകക്രമം. അങ്ങനെ ഒരുപാട് ഈ നവലോകക്രമത്തിൽ എല്ലാ ആസ്പെക്റ്റിലും ഈ നവലോകക്രമം വളരെ മോശമായ തരത്തിലാണ് യഥാർത്ഥത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷവും എന്ന് പറയാം. നമുക്ക് ഇതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിനെ ഒരു കാലത്ത് വിളിച്ചത് ഇത് കലികാലമാണ്. നേരെ അതേപോലെ ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യയശാസ്ത്രപരം അല്ലെങ്കിൽ ദാർശനികമായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ശരികളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും തെറ്റുകളെ ശരിയായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു സമൂഹവും ഒരു ചിന്താഗതിയും സമൂഹത്തിലും വ്യക്തികളിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ, ഒരുപാട് ഫോബിയകളിലൂടെ, ഒരുപാട് മാനിയകളിലൂടെ, ഒരുപാട് സിൻഡ്രോംസിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ദുരിതങ്ങളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ നമ്മൾ കാണുമ്പോൾ ഇത് മണിമാളികകൾ കാണുന്നു. എന്നാൽ എത്ര മണിമാളികകളുണ്ടോ അതിന്റെ 10,000 ഇരട്ടി ആൾക്കാർ ദാരിദ്ര്യത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചില സമ്പന്നതയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ 5, 10, 40 രാജ്യങ്ങളുടെ GDPക്ക് തത്തുല്യമായത് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന അതിസമ്പന്നര ലോകത്തുള്ള കാലം. അതേ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട് മനുഷ്യന് യാചിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം. അതുപോലും ബിസിനസ് വൽക്കരിക്കപ്പെടുകയും അതേപോലെ അത് കച്ചവടവൽക്കരിക്കുകയും അതിൽ വീണ്ടും മനുഷ്യനെ ദുരിതങ്ങളിലേക്ക് തള്ളിയിടുകയും അതിനകത്ത് പലിശ കച്ചവടം കുത്തി നിറക്കുകയും അവിടെ കൃത്യമായിട്ട് പലിശ കച്ചവടത്തിൽ സ്വാഭാവികമായിട്ടും ഒരു സമൂഹം അതിജീവിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നിടത്താണ് യഥാർത്ഥത്തിൽ പലിശയുടെ കച്ചവടം യഥാർത്ഥത്തിൽ പൊടിപിടിക്കുന്നത്. അത്തരമൊരു സാമൂഹ്യ സാഹചര്യം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സാഹചര്യം സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അത് അങ്ങനെ ഒന്ന് സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ പലിശയുടെ വ്യവസായം വളരുകയുള്ളൂ. അതേപോലെ മദ്യം, മയക്കുമരുന്ന്, ബാക്കിയുള്ള കൊള്ളരുതായ്മകൾ, എല്ലാ സംഭവങ്ങളും, സ്വജനപക്ഷപാതം, കൈക്കൂലി, സ്വന്തം ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ ഉദ്യോഗസ്ഥ, അതേപോലെ സാമൂഹ്യ മേലാളന്മാർ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് സമൂഹം കടന്നു പോകുന്നത്. ഇതിനൊക്കെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നവനാസ്തികതയ്ക്ക് അതിന്റെ നവലോകക്രമം എന്ന് പറയുന്നതിൽ അടുത്ത വരിക്ക് വളരെ കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ്. നവനാസ്തികതയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വാഭാവികമായിട്ടും അവർക്ക് ഞങ്ങൾ എങ്ങനെയാണോ പോകുന്നത് അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യങ്ങൾ പ്രകാരം അവരവർക്ക് ജീവിക്കാം, അവരവരുടെ നേട്ടങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്, ഭൗതികമായ ലാഭങ്ങളാണ് അവർ നവനാസ്തികത ഭൗതികവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഭൗതികതയാണ് അടിസ്ഥാനം. ആ ഭൗതികത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഭൗതികമായ നേട്ടങ്ങളിലേക്ക് ചുരുക്കപ്പെടുകയും അതിനപ്പുറത്ത് മനുഷ്യനെ കാണാൻ, അതേ മനുഷ്യന്റെ പ്രശ്നങ്ങൾ കാണാൻ കഴിയാത്ത തരത്തിൽ ചുരുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സൈദ്ധാന്തിക അടിത്തറയാണ് യഥാർത്ഥത്തിൽ നവനാസ്തികതയ്ക്ക് ഉള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിറകിൽ മനുഷ്യന്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടവും നവനാസ്തികതയും, അതേപോലെ ഇതിന്റെ അടുത്ത വരി എന്ന് പറയുന്നത് ക്രൈസ്തവതയുടെ ദുസ്വാധീനങ്ങളാണ്. ക്രൈസ്തവത ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മോശ പ്രവാചകൻ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് അതിന്റെ നേരെ എതിർഭാഗത്തുള്ള ഭാഗം വളരെ കൃത്യമായിട്ട് ഓരോ സമൂഹത്തിലേക്ക് ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് അവരുടെ ബ്രെയിൻ സർജറി ചെയ്ത് അവരുടെ ബ്രെയിൻ എഞ്ചിനീയറിംഗ് ചെയ്ത് ആ സമൂഹത്തെ
പതുക്കെയും അല്ലാതെയും നേരിട്ടും അവരെ ആ ഒരു ദുസ്വാധീനത്തിന്റെ കീഴിലേക്ക് ഇന്നത്തെ ലോകക്രമത്തിന്റെ ദുസ്വാധീനതയുടെ കീഴിലേക്ക് അവരെ വളരെ കൃത്യമായിട്ട് കൊണ്ടുവരികയും ചെയ്തു. അവരൊരു ഭാഗത്ത് ദൈവികത സംസാരിക്കുന്നു, മറുഭാഗത്ത് അവർ വളരെ കൃത്യമായി ഈ ഭൗതികവാദത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിറകെ പോകുന്ന ഒരു സമൂഹമാക്കിയിട്ട് ക്രൈസ്തവരെ അവർ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പലിശ കച്ചവടം നടത്തുന്നത്, ഏറ്റവും കൂടുതൽ മദ്യ കച്ചവടം നടത്തുന്നത്, ഏറ്റവും കൂടുതൽ പോൺ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ക്രൈസ്തവതയുടെ ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ പോൺ നടിമാരും നടന്മാരും ഉള്ളത് പാശ്ചാത്യ രാജ്യങ്ങളിലെ ക്രൈസ്തവരിലാണ്. അപ്പോൾ അത് അത്തരമൊരു വിഭാഗം ഉയർന്നു വന്നതിന് കാരണം അവർ മോശ പ്രവാചകരിൽ നിന്ന് വഴിതെറ്റിപ്പോയി, അവർ അബ്രഹാം പിതാവിൽ നിന്ന് വഴിതെറ്റിപ്പോയി, അവർ ഈ ജീസസ് ക്രൈസ്റ്റിൽ നിന്ന് വഴിതെറ്റിപ്പോയി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഈ സമൂഹത്തെ പൂർണ്ണമായിട്ടും നവനാസ്തികതയും അതേപോലെ നവനാസ്തികത പിടിമുറുക്കിയിരിക്കുന്ന ക്രൈസ്തവതയും കൂടി ഈ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഇതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിമലീകരണമാണ്. സമൂഹം രക്ഷപ്പെടണമെങ്കിൽ സ്വാഭാവികമായിട്ടും സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ്, അതിന്റെ പില്ലർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുമാണ്. അങ്ങനെ ഓരോ വ്യക്തിയും കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സമൂഹം ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ നന്നാവേണ്ടത് ആരെയെന്ന് ചോദിച്ചാൽ സമൂഹമല്ല, വ്യക്തികളാണ്. അവിടെയാണ് വ്യക്തികളുടെ വിമലീകരണത്തിന് എന്ത് പ്രത്യയശാസ്ത്രമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്ന് നമ്മുടെ കണ്ണ് തുറന്ന് നമ്മൾ കാണേണ്ടത്. അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. അത് കൃത്യമായിട്ടും ശുദ്ധമായ ദൈവവിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം അടിസ്ഥാനപരമായിട്ട് അതിന് ലക്ഷ്യം മാത്രമല്ല മാർഗവും ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കില്ല. ലക്ഷ്യത്തെ പോലെ തന്നെ മാർഗവും സംശുദ്ധമാകണം. അത് നമ്മൾ നേടിയെടുക്കുന്ന എന്തായാലും അതിലേക്ക് നമ്മൾ ചെന്ന് ചേരുന്ന മാർഗവും ശരിയായിരിക്കണം എന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ ഊന്നിയ ഒരു പ്രത്യയശാസ്ത്രം നമുക്ക് ആവശ്യം വരുന്നത്. അതുകൊണ്ട് ഈ ഹെഡിങ് വളരെ സുവ്യക്തമാണ്. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെ സാമൂഹ്യ പശ്ചാത്തലം പറയാനുണ്ട്, അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പറയാനുണ്ട്, അതിന്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പശ്ചാത്തലം പറയാനുണ്ട്. തുടങ്ങി മനുഷ്യൻ വ്യവഹരിക്കുന്ന എല്ലാ മേഖലകളിലും നിഖില മേഖലകളിലെ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരെയും ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, നിസാർ സാഹിബ് വളരെ സമഗ്രമായി തന്നെ ഈ വിഷയത്തെ പരാമർശിച്ചിട്ടുണ്ട്. നിസാർ സാഹിബിന്റെ ഈ വളരെ ആശയഗംഭീരമുള്ള പ്രബോധനം മുസാഫിർ എന്ന ഈ ഉണ്ടാവണമെന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. സലാം സാഹിബേ, അസ്സലാമു അലൈക്കും. മൈക്കെടുത്തോളൂ. വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിപ്പോൾ വന്നിട്ടുള്ളൂ. ആ വിഷയം ഞാൻ നിസാർ ബ്രോ പറഞ്ഞത് കേട്ടിട്ടില്ല, എന്നാൽ കേൾക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ് റിപ്ലൈ കേൾക്കാം. നിസാർ ബ്രോ ഒരുപാട് പോയിന്റ് വെച്ചിട്ടുണ്ടാവും സംസാരത്തിൽ, എപ്പോഴും പോയിന്റ് വെച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ നിസാർ ബ്രോ ഉദാഹരണം വെച്ചിട്ട് സംസാരിക്കാം. ഏത് സാധാരണക്കാരനും മനസ്സിലാവും നിസാർ ബ്രോന്റെ സംഭാഷണം. അതായത് വലിയ പഠിപ്പ് വിദ്യാഭ്യാസം വേണമെന്നില്ല, പക്ഷെ പറയുന്ന കാര്യം എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ മറ്റുള്ളവർക്ക് മനസ്സിലാവേണ്ടത്, ആ രീതിയിൽ സംസാരിക്കും നിസാർ ബ്രോ. അങ്ങനെയുള്ള ഒരു കഴിവുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പല ഭാഗത്തേക്ക് ഇങ്ങനെ കാര്യം പോകും. നമ്മൾ സംസാരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ തുടക്കം എന്താ പറഞ്ഞത്, ഇനി അവസാനം എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നൊന്നും നമുക്ക് ഒരു കാര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് നിസാർ ബ്രോനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പോയിന്റ് എങ്ങനെ ക്യാച്ച് ചെയ്യാനും അവർ പറയുന്നത് എന്താണെന്ന് ക്യാച്ച് ചെയ്യാനും ആ ക്യാച്ച് ചെയ്ത കാര്യത്തിന് എന്ത് മറുപടിയാണ് കറക്റ്റ് അവർക്ക് സൂട്ടാൻ, അതായത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയായിരിക്കണം അത് പറയാൻ നല്ല കഴിവും പിന്നെ ആ ഒരു പ്രാക്ടീസും അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിസാർ ബ്രോനെ സംബന്ധിച്ചിടത്തോളം. എന്നാലും ഈ ഗ്രൂപ്പിൽ മുസാഫിർക്ക് പറഞ്ഞ